السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله وعلى آله وصحبه والتابعين ومن تبعهم إلى يوم القيامة. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ അൽഹംദുലില്ലാ അതിൻ്റെ പുണ്യ നിമിഷങ്ങൾ അത് ഫലവത്തായ നിലയിൽ നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. റമളാൻ മാസം മുഴുവനും ഖൈറാൻ, അതിൻ്റെ പകലും രാത്രിയും മുഴുവനും. ഇത് വരാൻ വേണ്ടിയായിരുന്നല്ലോ നാം കഴിഞ്ഞ 2 മാസങ്ങളിൽ പ്രാർത്ഥിച്ചത്. നമ്മുടെ പരിശുദ്ധമായ ജാമിയ ഹസനിയ ഈ റമളാൻ പ്രമാണിച്ച് നമ്മുടെ സഹോദരങ്ങളൊക്കെ വീടുകളിലും റൂമുകളിലുമൊക്കെ ഇരിക്കേണ്ടി വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയാനുഭൂതി പള്ളിയിലും മറ്റും പോയി നാം ഇത്തിക്കാഫ് ചെയ്യുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും പരിശുദ്ധമായ ദീനി വേദികളിൽ പങ്കിടുന്നതുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ സഹോദരന്മാർ അവർക്ക് മാനസികമായ ഒരു സംതൃപ്തി ലഭ്യമാകുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമളാൻ തീരുന്നത് വരെ നമ്മുടെ ജാമിയ ഹസനിയ വാഹത്തുൽ ബറക്കാത്ത്, പുണ്യങ്ങളുടെ പറുദീസ എന്നർത്ഥം വരുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഗത്ഭരായ ഉലമാക്കൾ നിങ്ങളോട് സംസാരിച്ചു. ആഴ്ചയിൽ 2 ദിവസം ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി നമുക്ക് വേദി പങ്കിടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നാം ഇന്ന് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ സമീപത്ത് നാം എത്തപ്പെട്ടതുപോലെയാണ്. അവിടുത്തെ ജീവിത നിമിഷങ്ങളിൽ നാമും കൂടി അതിന് ഭാഗധേയത്വം വരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവിടെ ആ സാന്നിധ്യത്തിൽ നാം ഉണ്ടോ എന്ന് തോന്നുന്ന ഒരു അനുഭവ ചുറ്റുപാടാണ് പരിശുദ്ധമായ ഹദീസിൻ്റെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയുക. വലിയ മഹത്വമുള്ള വിഷയമാണ് ഹദീസ് പഠനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലത്തി ഫവഅഹാ ഫഅദ്ദാഹാ കമാ സമിഅ. എൻ്റെ വാക്കിനെ കേൾക്കുകയും അത് ശരിക്ക് മനഃപ്പാഠമാക്കുകയും എന്നതിൻ്റെ ശേഷം മറ്റാളുകളിലേക്ക് അത് പകർത്തിക്കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുഖങ്ങൾ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചതായി കാണാം. ജീവിതത്തിൽ നാം എത്രയോ അറിഞ്ഞോ അറിയാതെയോ മറ്റു പല ആളുകളുടെയും വാക്കുകളും ഉദ്ധരണികളും നാം ആവശ്യത്തിനും അനാവശ്യത്തിലുമായി നാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാതെ വരുന്ന പാട്ടുകൾ നമ്മുടെ ചുണ്ടുകളിൽ അതിങ്ങനെ തത്തിക്കളിക്കുന്നത് കാണാം. നമ്മുടെ സംസാരങ്ങളിൽ പല പഴമൊഴികളും പഴഞ്ചൊല്ലുകളുമൊക്കെ ആവർത്തിക്കപ്പെടുന്നത് കാണാം. എന്നാൽ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് നാം നമ്മുടെ സംസാരത്തിലും നമ്മുടെ നാവിലും അത് ഉണ്ടായിത്തീരുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. ആ ഹദീസ് ഉച്ചരിക്കുന്ന നാവിന് തന്നെ വലിയ ഷറഫാണെന്ന് കാണാം, വലിയ പുണ്യമാണെന്ന് കാണാം. ആ ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നവർ, അതുകൊണ്ട് ജോലിയാകുന്ന ആളുകൾ, വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതം മുഴുവനും അതുകൊണ്ട്
അവരുടെ സമയം കളഞ്ഞതായി കാണാം. എന്നിട്ടും അവർ സംതൃപ്തരായിട്ടില്ല. നമ്മുടെ ഉന്നത ബിരുദദാന ദീനി ബിരുദദാന കോളേജുകളിലെല്ലാം പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളുടെ സമാഹാരങ്ങളായ സിഹാഉ സിത്ത ദർസ് നടത്തുന്നതായി കാണാം. ബുഖാരി, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ ഇബ്നു മാജ, സുനനു തുർമുദി, അബൂ ദാവൂദ്, നസായി, സുനനു നസായി, സുനനു അബീ ദാവൂദ് എന്നിങ്ങനെ ഈ 6 ഗ്രന്ഥങ്ങളാണ് സിഹാഉ സിത്ത എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിൽ ഹദീസുകൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അവിടുന്ന് പഠിപ്പിച്ച എത്രയോ ലക്ഷക്കണക്കിൽ ഹദീസുകൾ, അതിൽ നിന്ന് ക്രോഡീകരിച്ചു വച്ച ഏതാനും ചുരുക്കം ഹദീസുകളെ അതിലുള്ളൂ. എന്നാൽ തന്നെയും ആ ഹദീസ് ഉരുവിടുന്ന നാവിന് വലിയ പ്രാധാന്യം, വലിയ ബഹുമാനമാണ്. സാധാരണ വാക്കല്ലല്ലോ അത്. ആരുടെ വാക്കാ? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശയിൽ പോലും തമാശ പറയുകയാണെങ്കിലും അത് കാര്യമാണ്. ദീനിയായ എന്ത് വിഷയം അവിടുന്ന് സംസാരിച്ചാലും മാ യന്തിഖു അനിൽ ഹവാ, സ്വയം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല. അത് സർട്ടിഫൈ ചെയ്യുന്ന നമ്മളല്ല, അള്ളാഹുവാണ്. മാ യന്തിഖു അനിൽ ഹവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം ഇഷ്ടപ്രകാരം ഒന്നും ഉച്ചരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി തങ്ങൾ സംസാരിക്കുന്നത്, പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യ സന്ദേശങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ദിവ്യ സന്ദേശങ്ങളാണ് അവിടുത്തെ തിരുനാക്കിൽ നിന്ന് നിർഗളിക്കുന്നത്. അത് കേൾക്കുകയും മനഃപ്പാടമാക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അർത്ഥവത്തായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ദിവസം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹദീസ്, തൻ്റെ ക്ലാസ്സിൽ 2000-ഓളം വരുന്ന ശിഷ്യഗണങ്ങളുണ്ട്. 2000-ഓളം വരുന്ന തിൽമീദന്മാർ, ശിഷ്യന്മാരാണ് തൻ്റെ ക്ലാസ്സിലുള്ളത്. നമ്മുടെ സാധാരണത്തെ ഒരു വലിയ വഅദ് പരമ്പരക്ക് വലിയ ജനനിബിഡമായ വേദി ഉള്ളതുപോലെ തൻ്റെ ഹദീസ് ക്ലാസ്സിന് ദിവസവും 2000-ഓളം ആളുകൾ സംബന്ധിക്കും. അങ്ങനെ ഒരു ദിവസം താൻ ഹദീസ് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൻ്റെ വളരെ പിന്നിൽ ഒരു വയോവൃദ്ധൻ വളരെ ക്ഷീണിച്ച അവശനായി മെലിഞ്ഞ് ഇങ്ങനെ കതച്ച് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നഖങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. രക്തം പൊട്ടി വരുന്നുണ്ട് നഖങ്ങളിൽ നിന്നല്ല, വിരലുകളിൽ നിന്നല്ല. വളരെ ക്ഷീണിച്ച് പരവശനാണ്. വിഷണ്ണനായ അദ്ദേഹം ആ സദസ്സിലെ ആദ്യം കണ്ട ആളോട് ചോദിച്ചു, ആരാണ് അബൂ ദാവൂദ് തങ്ങൾ? അവിടെ കൂടിയ ശിഷ്യന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സ്റ്റേജിൻ്റെ സദസ്സിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന അബൂ ദാവൂദ് തങ്ങളിലേക്ക്. അദ്ദേഹം ആ സദസ്സ് വകഞ്ഞു മാറ്റി അതിൻ്റെ നടുവിലൂടെ മഹാനായ അബൂ ദാവൂദ് തങ്ങളിലേക്ക് നടന്നു വരികയാണ്. വന്നിട്ട് ചോദിച്ചു, അങ്ങക്ക് സാധ്യമായ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ? ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ട്, അത് നിർവഹിക്കാൻ അങ്ങക്ക് പ്രത്യേക ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഓ ചെയ്യാമല്ലോ, എനിക്ക് സാധ്യമായതാണെങ്കിൽ ഞാൻ ചെയ്യാം. മഹാനായ അബൂ ദാവൂദ് തങ്ങളോട് ആ വന്ന വയോധികൻ, വൃദ്ധൻ ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ നാക്ക് ഒന്ന് നീട്ടിത്തന്നാൽ തിരക്കടില്ല എന്ന്. അബൂ ദാവൂദ് തങ്ങൾ അവിടുത്തെ നാക്ക് നീട്ടിക്കൊടുത്തു. വന്ന വയസ്സായ അദ്ദേഹം പറഞ്ഞു, പ്രിയരെ ക്ഷമിക്കണം, ഞാൻ ഈ നാവ് ഒന്ന് എനിക്ക് മുത്തേണ്ടതുണ്ട്, ഈമ്പേണ്ടതുണ്ട്, നാവ് മൊത്തി കുടിക്കണം.
അങ്ങേക്ക് സമ്മതമല്ലേ? അബൂദാവത്തങ്ങൾ തലയാട്ടി സമ്മതമാണ്. അദ്ദേഹം അബൂദാവത്തങ്ങളുടെ കഴുത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ നാവ് ഈമ്പുകയാണ്. മതിവരുവോളം ഈമ്പിയ ശേഷം അദ്ദേഹം വളരെ സന്തോഷഭരിതനായിട്ട് പറഞ്ഞു, മഹാനരെ, ഞാൻ ഈ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ദൂരെ നിന്ന് നടന്നു വന്നതാണ്. നടന്നു വന്ന് അങ്ങയുടെ വേദിയിലെത്താൻ വളരെ ക്ഷീണിച്ചു പോയി. എൻ്റെ നഖങ്ങളൊക്കെ പറഞ്ഞുപോയി. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇപ്പോൾ എനിക്ക് സംതൃപ്തിയായിട്ടുണ്ട്. അവിടെ കൂടിയ ശിഷ്യഗണങ്ങളൊക്കെ ആകെ പരിഭ്രമിച്ചു. എന്താണിത്? മനസ്സിലാവുന്നില്ലല്ലോ. ആരായിരുന്നു ഈ വന്ന കക്ഷിയെന്നറിയാമോ സഹോദരങ്ങളെ? അദ്ദേഹം ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. മഹാന്മാരായ വലിയകളുടെ ഔലിയാക്കന്മാരുടെ കഥകൾ പറയുന്ന, അവരുടെ ചരിത്രം പറയുന്ന, അവരുടെ ജീവിത ഏടുകൾ വിശദീകരിക്കുന്ന ഏതൊരു ഗ്രന്ഥമുണ്ടെങ്കിലും ഈ മഹാന്റെ പേര് അവിടെ കാണാം. ഏത് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു കാണാം. അദ്ദേഹത്തിൻ്റെ പേര് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്നാണ്. സോവിയറ്റ് യൂണിയനിലെ ബുഖാറക്കടുത്തുള്ള തുസ്തുർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള വലിയ മഹാനായ വലിയാണ്. അദ്ദേഹം സാധാരണക്കാരനല്ല. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് നാം ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നത് പോലെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഖലീഫ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് ശക്തമായ പഴുപ്പ്, മുട്ടിൻ്റെ താഴെ വളരെ ശക്തമായ പഴുപ്പ്. ഹാറൂൺ റഷീദ് വലിയ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ ലോകം വലിയ വിശാലമാണ്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഹാറൂൺ റഷീദ് പറഞ്ഞു, അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മേഘം ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. മേഘത്തിനോട് അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, യാ സഹാബ അംതരി ഹൈതു ശിഅ്തി ഫഇന്ന റൈഅകി സയസ്ലും. ഓ മേഘമേ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും പോയി നീ പെയ്തോ. എവിടെ നീ വർഷിച്ചാലും അതിൻ്റെ വരുമാനം എൻ്റെ പോക്കറ്റിലാണ് വരാനിരിക്കുന്നത് എന്ന് മേഘത്തിനോട് ചൂണ്ടിപ്പറഞ്ഞ ഹാറൂൺ റഷീദ്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വലിയ വിശാലമായ സാമ്രാജ്യം. ആ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ രണ്ട് മുട്ടിനും വലിയ പഴുപ്പ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ചികിത്സിക്കാൻ വേണ്ടി ആസ്ഥാന മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിലുള്ള വലിയ വിശ്വഗ്രന്മാർ, ചികിത്സാരികൾ, വൈദ്യന്മാർ, ഡോക്ടർമാർ ഒരുമിച്ചുകൂടി. എന്ത് തന്നെ ചികിത്സിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പഴുപ്പ് മാറുന്നില്ല. ആരോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇനി നമുക്ക് ഒരാളെ കാണേണ്ടതുണ്ട്, സമീപിക്കേണ്ടതുണ്ട്. അദ്ദേഹം വന്നു നോക്കി, അദ്ദേഹം എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫലം കിട്ടും. അങ്ങനെ ഒരു മഹാനുണ്ടെന്ന് പറഞ്ഞു കൂട്ടത്തിലാരോ. ഹാറൂൺ റഷീദ് അന്വേഷിച്ചു, ആരാണത്? അദ്ദേഹത്തിന് വിവരം ലഭിക്കപ്പെട്ടു. ഇന്നാലിന്ന വൃക്ഷത്ത് ചുവട്ടിൽ, ഇന്നാലിന്ന ഭാഗത്ത് ഒരു മരുഭൂമിയിൽ ഇരിക്കുന്ന ഒരു വയോവൃദ്ധനുണ്ട്. അദ്ദേഹം നല്ലൊരു മഹാനാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ദുആയിരുന്നാൽ ഒരു പക്ഷേ ശമനം കിട്ടും. ഹാറൂൺ റഷീദ് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തെ തേടി ആളെ പറഞ്ഞയക്കുകയാണ്. ഈ വയസ്സായ മഹാൻ വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദൂതൻ വന്നു. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ ദൂതൻ. ഓ മഹാനരെ, നിങ്ങളെ ചക്രവർത്തി കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളെക്കൊണ്ടെന്തോ കാര്യമായ ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ കൂട്ടി ചെല്ലാൻ വേണ്ടി എന്നെ വിട്ടതാണ്. വയോവൃദ്ധൻ അദ്ദേഹം പറഞ്ഞു, ഓ ക്ഷമിക്കണം, രാജാവിൻ്റെ ആവശ്യമാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ.
എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് വരാൻ സമയമില്ല. വളരെ വിഷമിച്ചുപോയി ഈ മറുപടി കേട്ടപ്പോൾ. ചെന്ന ദൂതൻ പറഞ്ഞു, മഹാനരെ, രാജാവിന് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ 2 കാലിൻ്റെ താഴെയും മുട്ടിൻ്റെ താഴെ ശക്തമായ പഴുപ്പാണ്. യാത്ര ചെയ്യാൻ സാധ്യമാകാത്ത ഒരു പരുവത്തിലാണ്. മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ സമീപത്തേക്ക് അങ്ങ് പോന്നാൽ തരക്കടില്ല. ഈ വയോവൃദ്ധൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണോ വിഷയം? അദ്ദേഹത്തോട് പോയിട്ട് പറയണം, അദ്ദേഹത്തിൻ്റെ ജയിലിൽ നിരപരാധികളായ ആളുകളെ വെറുതെ പീഡിപ്പിക്കുന്നുണ്ട്, ജയിലിൽ പിടിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിരപരാധികളെ മുഴുവനും നിഷ്കരുണം ശിക്ഷിക്കപ്പെടുകയാണ്. അവരെ വിട്ട് ജയിലിൽ മോചിതരാക്കാൻ വേണ്ടി പറയണം. നിരപരാധികളെ പിടിച്ചു വച്ചതിന് പകരം റബ്ബ് സുബ്ഹാനഹു വ തആല രാജാവിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ദൂതൻ ഈ മറുപടി കേട്ട് തിരിച്ചുപോയി. ചക്രവർത്തിയോട് ഹാറൂൺ റഷീദിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് തൻ്റെ ജയിലിലുള്ള ആളുകളെ, കുറ്റവാളികളെ വിട്ടയക്കും. താമസം വിന ചക്രവർത്തിയുടെ ഹാറൂൺ റഷീദിൻ്റെ കാലിൻ്റെ പഴുപ്പൊക്കെ സുഖമായി പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന ചക്രവർത്തി ഈ മഹാനായ മനുഷ്യനെ ആദരിക്കുന്നതിന് വേണ്ടി 100 ഒട്ടകങ്ങൾ നിറയെ ഇനാമുകളുമായി വിലപിടിപ്പുള്ള ഭക്ഷ്യസാധനങ്ങൾ, മറ്റു വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന 100 ഒട്ടകത്തിന് ചുമക്കാനുള്ള വാഹനം, വലിയ ഇനാം, പാരിതോഷികവുമായി ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. ആ വന്യവയോധികൻ ഒരു വൃക്ഷത്തണലിൽ വിശ്രമിക്കുകയാണ്. തൻ്റെ സമീപത്ത് ഈ വലിയ പാരിതോഷികവുമായി വന്ന ഒട്ടകത്തിൻ്റെ നീണ്ട നിര കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇതെന്താണ്? ഒന്നുമല്ല, ഇത് രാജാവ് അങ്ങേക്ക് പാരിതോഷികമായി കൊടുത്തയച്ചതാണ്. അങ്ങയുടെ പ്രാർത്ഥന മൂലം രാജാവിൻ്റെ അസുഖം സുഖമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പാരിതോഷികം തന്നയച്ചതാണ്. ആ മഹാൻ അത് കേട്ട മാത്രയിൽ പറഞ്ഞു, ഇല്ല, എൻ്റെ രാജാവ് വലിയ രാജാവാണ്. ഇതിനേക്കാളെല്ലാം തരാൻ സാധിക്കുന്ന രാജാവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാരിതോഷികം എനിക്ക് ആവശ്യമില്ല. എൻ്റെ രാജാവിനോട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അവൻ ചെയ്തു തരും എന്ന് പറഞ്ഞ് മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി എന്ന് പറയുന്ന ആ സൂഫി വര്യൻ, ആ വലിയ, താൻ ഇരിക്കുന്ന വൃക്ഷ ചുവട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ തൻ്റെ പരിസരത്തുള്ള ചരലിങ്ങനെ ചരൽ കല്ലുകൾ വാരി അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ അത് മുത്തുകളായി പരിണമിക്കുന്നൊരവസ്ഥ. അങ്ങനെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ വലിയ കറാമത്തുള്ള, വലിയ ഹിക്മത്തുള്ള, വലിയ മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി, അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ നാക്കിൻ്റെ, ഹദീസ് പറയുന്ന നാവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ താണ്ടി അവിടെ വന്നു. അപ്പോൾ ഹദീസിൻ്റെ പഠനം, അത് വലിയ, ഹദീസ് സംസാരിക്കുന്ന നാക്കിന് വലിയ ഷറഫുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് പഠിക്കുന്ന ആളുകൾ വളരെ ബഹുമാനത്തിലും ആദരവിലുമായിരുന്നു ആ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഹദീസ് ദർസ് നടത്തിയിരുന്നു. വലിയ ബഹുമാനമാണ്. താൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ശിഷ്യനുണ്ട്, അന്ദലൂസുകാരനാണ് യഹ്യ എന്ന് പറയുന്ന ശിഷ്യൻ. അദ്ദേഹം ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദീനത്തെ പള്ളിയിലാണ് ആദ്യമായിട്ട് അവിടെ ആന പ്രത്യക്ഷപ്പെടുകയാണ്. മദീനത്തങ്ങാടിയിൽ ആരോ ആനയുമായി വന്നപ്പോൾ ജനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പോലും ആനയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ യഹ്യ എന്ന് പറയുന്ന തൻ്റെ ശിഷ്യൻ, അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിയുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ, ആനയെ കാണാൻ പൂതിയില്ലേ? യഹ്യ എന്ന മഹാൻ
ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു, ഞാൻ അന്ദലൂസ് എന്ന് പറയുന്ന സ്പെയിനിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് അങ്ങയുടെ തിരുസവിധത്തിൽ വന്ന് ഈ ഹദീസ് കേൾക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ എനിക്ക് വേറെ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ഹഠാതാകർഷിച്ച മറ്റൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആനയെ കാണാൻ പോവാത്തത് എന്ന് പറയുണ്ടായി. പ്രിയമുള്ളവരെ, പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഒരൊറ്റ ഹദീസ് ലഭിക്കുന്നതിന് വേണ്ടി തന്നെ മാസങ്ങളോളം വഴി താണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു പൂർവികർ യാത്ര ചെയ്തിരുന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഹദീസിൻ്റെ ഷറഫതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകളും ഉദ്ധരണികളും അവിടുത്തെ സദസ്സും ജീവസുറ്റ സദസ്, അതാണ് ഹദീസും ഹദീസിൻ്റെ ക്ലാസും നമ്മെ പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ 16 പ്രാവശ്യം തേള് കുത്തിയിട്ടും ഹദീസിൻ്റെ ക്ലാസ് ദർസ് നടത്തുമ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ നിന്ന് തൻ്റെ ശരീരത്തെ ഇളക്കിയില്ല എന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം ഹദീസിൻ്റെ ക്ലാസ്സിന് വരുമ്പോൾ തികച്ചും വുളൂ ചെയ്ത് കുളിച്ച് സുഗന്ധം ഉപയോഗിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ഹദീസിൻ്റെ ക്ലാസ് നടത്താൻ മഹാനവറുകൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. മഹാന്മാരെല്ലാം വളരെ ഒരു ഇബാദത്തായി കണ്ടിരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് വേദി പങ്കിടാം. ഞാൻ നിങ്ങൾക്ക് ഒറ്റ ഹദീസ് മാത്രം ഇന്ന് വായിച്ച് അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ദുആയിന്ന് പിരിഞ്ഞു പോകാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലം യതകല്ലം ഫിൽ മഹ്ദി, തൊട്ടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ, തൊട്ടിയിൽ കിടക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ വയസ്സ് തികയാത്ത ചെറിയ കുട്ടികൾ ആ തൊട്ടിയിൽ കിടക്കുന്ന പ്രായത്ത് സംസാരിച്ചിട്ടില്ല ഇല്ലാ സലാസത്തിന് 3 പേരല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചെറിയ കുഞ്ഞുങ്ങൾ, സംസാരിച്ച കുഞ്ഞുങ്ങളെപ്പറ്റി റസൂലുള്ള പറയാണ്, ഈസ ഇബ്നു മറിയമ, ഒന്ന് മറിയം ബീവിയുടെ മകൻ ഈസാ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഈസ നബി ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഈസ നബിയുടെ ഉമ്മയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആ കുട്ടിയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അന്നേരത്ത് ഈസ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് സംസാരിച്ചു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ചെറിയ കുഞ്ഞാ സ്ഫുടമായ ഭാഷയിൽ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതഗ്രന്ഥം തന്നിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ എവിടെയാണെങ്കിലും അവിടെ പുണ്യം വർഷിക്കപ്പെടുന്ന വ്യക്തിത്വമായി അള്ളാഹു എന്നെ അവരോധിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് വളരെ സമ്പുഷ്ടമായ, സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയിൽ സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ 3 കുഞ്ഞുങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് സാഹിബ് ജുറൈജ് എന്ന് പറയുന്ന വലിയൊരു സൂഫി വര്യൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബനു ഇസ്രായേലികൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ദുരാരോപണം ഉന്നയിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിനെ ചെറുത്തുകൊണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട്, അതിന് സാക്ഷിയായി തനിക്ക് അനുഗുണമായിട്ട് സംസാരിച്ചൊരു കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കഥ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒക്കാന ജുറൈജുൻ, ഈ ജുറൈജ് എന്ന് പറയുന്ന മഹാനായിരുന്നു റജുലൻ ആബിദൻ,
അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന വലിയൊരു മഹാനായിരുന്നു. ഫത്തഖദ സൗമാഅത്തൻ, അങ്ങനെ അദ്ദേഹം ഒരു ഇബാദത്തെടുക്കാൻ വേണ്ടി ചെറിയ ഒരു കൂടാരം, ചെറിയ ഒരു പർണശാല മൂപ്പർക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആളുകൾ കൂടുതൽ പ്രവേശിക്കാത്ത സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാക്കി. ഫക്കാന ഫിഹ, അതിൽ ഇബാദത്തെടുക്കുകയായിരുന്നു. ഫഅതത്ഹു ഉമ്മുഹു, അന്നേരത്ത് ഇബാദത്തെടുക്കുന്ന മൂപ്പരുടെ ഉമ്മ മൂപ്പരുടെ അടുക്കൽ വന്നു. വഹുവ യുസല്ലി, മൂപ്പർ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഫഖാലത്ത്, അങ്ങനെ ഉമ്മ വന്നിട്ട് വിളിച്ചു, യാ ജുറൈജ്, ഓ ജുറൈജെ മോനെ എന്ന് വിളിച്ചു. ഫഖാല, അപ്പോൾ മൂപ്പര് മനസ്സിലിങ്ങനെ പറഞ്ഞു, യാ റബ്ബി ഉമ്മി വ സലാത്തി, പടച്ചോനെ എൻ്റെ നിസ്കാരവും എൻ്റെ ഉമ്മയും, ഞാൻ എന്താ വേണ്ടത്? നമ്മുടെ ശരീഅത്ത് പറയുന്നു സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഉമ്മ വന്ന് വിളിച്ചാൽ നിസ്കാരത്തെ മുറിക്കാം, ജായിസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിസ്കാരത്തെ മുറിക്കൽ നിർബന്ധമാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരമാണ്, എന്താണ് വേണ്ടത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം പറയാം, ഫഅഖ്ബല അലാ സ്വലാത്തിഹി, അങ്ങനെ താൻ തൻ്റെ നിസ്കാരത്തിൽ തന്നെ അതിൽ തന്നെ തുടർന്നു പോയി. ഫൻസറഫത്ത്, ഉമ്മ മനപ്രയാസപ്പെട്ടുകൊണ്ട് തിരിഞ്ഞുപോയി. ഫലമ്മാക്കാന മിനൽ ഗദി, പിറ്റേ ദിവസമായപ്പോഴും അത്തത്തുഹു, ഉമ്മ മൂപ്പരടുക്കൽ വന്നു. ഹുവ യുസല്ലി, അദ്ദേഹം നിസ്കരിക്കുക. ജുറൈജ് ഫഖാലത്ത്, യാ ജുറൈജെ, ജുറൈജെ എന്ന് വിളിച്ചു. ഫഖാലായി റബ്ബി ഉമ്മി വ സ്വലാത്തി, പടച്ചവനെ എൻ്റെ ഉമ്മയാണല്ലോ വിളിക്കുന്നത്, നിസ്കാരവും, ഞാൻ എന്താണ് വേണ്ടത്? അള്ളാഹുവിനെ മുന്നിട്ടിരിക്കല്ലേ. ഫഅഖ്ബൽ അലാ സ്വലാത്തി, അദ്ദേഹം ഉമ്മ സാറില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഫഅഖ്ബൽ അലാ സ്വലാത്തി, നിസ്കാരത്തന്നെ തുടർന്നു പോയി. ഫലമ്മാക്കാന മിനൽ ഗദി, പിറ്റേ ദിവസമായപ്പോഴും അത്തത്തുഹു വഹുവ യുസല്ലി, ഉമ്മ വന്നു, താൻ നിസ്കരിക്കുകയാണ്. ഫഖാലത്ത്, യാ ജുറൈജ്, ഏ മോനെ ജുറൈജ് എന്ന് വിളിച്ചു. ഫഖാലായി റബ്ബി ഉമ്മി വ സ്വലാത്തി, പടച്ചോനെ എൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞ് അദ്ദേഹം നിസ്കാരത്തിലേക്ക് തന്നെ തിരിഞ്ഞപ്പോൾ ഫഖാലത്ത്, ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുമിത്തുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാദ്, ഞാൻ എത്ര ദിവസമായി, ഇപ്പോൾ 2-3 പ്രാവശ്യയിലെ വന്ന് വിളിക്കുന്നു, എൻ്റെ മുഖത്തേക്ക് നോക്കാൻ സമയം ലഭ്യമാകാത്ത ആ മകനെ അല്ലാഹുവേ മോശപ്പെട്ട സ്ത്രീകളിലേക്ക് നോക്കുന്നതിൻ്റെ മുമ്പ് നീ മരിപ്പിക്കരുത് എന്ന് ദ്വാരം. അങ്ങനെയാണ് ഉമ്മ മനം പൊട്ടി ദ്വാരം. ഉമ്മാൻ്റെ പ്രാർത്ഥന, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയാണെങ്കിൽ പോലും ഉമ്മാരെ വിളിച്ചാൽ ചെല്ലണം, നോക്കണം. അതാണ് ആ ഹദീസിൽ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. പല പാഠങ്ങളുമുണ്ട്, അതിലുള്ള കാര്യമായൊരു പാഠമാണത്. ഉമ്മാരെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയാണെങ്കിൽ പോലും ഉമ്മാനെ മുന്തിക്കണം, ഉമ്മാനെ പരിഗണിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഫതദാക്കറ, അദ്ദേഹം ആ നിസ്കാരം കട്ട് ചെയ്യാതെ, ഉമ്മാക്ക് ജവാബ് പറയാതെ നിസ്കാരത്തിൽ തന്നെ തുടർന്നു പോയി. കാലം കഴിഞ്ഞു. തദാക്കറ ബനു ഇസ്രായേല ജുറൈജൻ വ ഇബാദത്തും, അങ്ങനെ ഇസ്രായേലിയർ അവർ ജനങ്ങളെ ഇൻസൾട്ടാക്കുന്ന, കുതിര കയറുന്ന സ്വഭാവമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ജുറൈജിൻ്റെ ഇബാദത്തിനെ സംബന്ധിച്ച് ബനു ഇസ്രായേലുകളുടെ അടുക്കൽ ഒരു പാട്ടായി അവർ ഇദ്ദേഹത്തെക്കുറിച്ച് പലതും പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഇബാദത്ത് വല്ലാത്തൊരു ഇബാദത്താണ്, കുതിര കയറുന്ന സ്വഭാവം. വക്കാനത്ത് ഇംറാത്തുൻ ബഗിയുൻ യുതമസ്സലു ബിഹുസ്നിഹ, വക്കാനത്ത് ഇംറാത്തുൻ ബഗിയുൻ, വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യുതമസ്സലു ബിഹുസ്നിഹ, അവളുടെ സൗന്ദര്യം ആകർഷിക്കപ്പെടുന്ന, ഒരു ഉപമയാക്കപ്പെടുന്ന, വർണ്ണിക്കപ്പെടുന്ന നിലവാരത്തിലുള്ള അതീവ സൗന്ദര്യമുള്ള ഒരു മോശപ്പെട്ട പെണ്ണുണ്ടായിരുന്നു. ഫഖാലത്ത്, അവൾ പറഞ്ഞു, ഇൻഷിഅ്തും, നിങ്ങൾ പറയുകയാണെങ്കിൽ അഫ്തൻതുഹു, ഞാൻ അയാളെ നാശാക്കിക്കൊള്ളാം, അതിന് കുഴപ്പമില്ല. ഫഅറദത്തു, അങ്ങനെ അവൾ ജുറൈജിലേക്ക് പല പ്രാവശ്യം വന്ന് ഇങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഫലം യൽതഫിത് ഇലൈഹ, ഒരിക്കലും അദ്ദേഹം ആ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഫാത്തത്ത് റായിയൻ, ആ പരാമർശം കൊണ്ട് അവൾ മറ്റൊരു വേട്ടക്കാരനെ സമീപിക്കുകയും ഒരു ആട്ടിടയനെ സമീപിക്കുകയും, കാന യുബീല സൗമാഅത്തിഹി, അദ്ദേഹത്തിൻ്റെ ഒരു കൂടാരമുണ്ട്, അതിലേക്ക് അവിടെ പോയാണ് അദ്ദേഹം താമസിക്കാറുള്ളത്. അവിടെ ചെന്ന് ഫഅംകനതുഹു മിൻ നഫ്സിഹ ഫവഖഅ അലൈഹ, അവളുടെ ശരീരത്തെ അദ്ദേഹത്തിന് വേണ്ടി നൽകുകയും
അങ്ങനെ അദ്ദേഹം അവളുമായി ബന്ധപ്പെട്ട് ഫാമലത്ത് അവൾക്ക് ഗർഭം ധരിച്ചു. ഫലമ്മ വലദത്ത് അവൾ പ്രസവിച്ചപ്പോൾ കാലത്ത് അവൾ പറഞ്ഞു ഹൂമിൻ ജുറൈജ്, ഇത് ജുറൈജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാരണമാണ് എനിക്ക് ഗർഭമുണ്ടായത്. ഫഅതൗഹു, അങ്ങനെ ബനി ഇസ്രായേലുകളെല്ലാം ജുറൈജിൻ്റെ ദേവാലയത്തിൻ്റെ തൻ്റെ കൂടാരത്തിൻ്റെ സമീപത്ത് ചെല്ലുകയും ഫസ്തൻസലുഹു അവിടുന്ന് പിടിച്ചിറക്കി വഹദമു സൗമഅത്തഹു തൻ്റെ കൂടാരത്തിനെ അവർ പൊളിച്ചു കളഞ്ഞു. വജഅലു യദ്രിബൂനഹു അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി. ഫഖാല അദ്ദേഹം ചോദിച്ചു മാശനുക്കും, എന്തിനാ ജനങ്ങളെ നിങ്ങൾ എന്നെ അടിക്കണത്? റസൂലുള്ളാഹി പറയാണ്, ഈ ജുറൈജ് ചോദിച്ചപ്പോൾ ഖാലു ബനി ഇസ്രായേലിയർ പറഞ്ഞു സനൈത ബിഹാദിഹിൽ ബഗി, ഈ വേശ്യപ്പെണ്ണുമായി നീ വ്യഭിചരിച്ചില്ലേ? ഫോലത്ത് മിൻക, അങ്ങനെ നിന്റെ കാരണം അവൾ പ്രസവിച്ചില്ലേ? ഖാല, അദ്ദേഹം ചോദിച്ചു, എന്നാൽ ഐനസ്സബി, എവിടെയാണ് ആ കുട്ടി? ഫജാഊ ബിഹി, ആ പുതിയ കുഞ്ഞുമായിട്ട് അവർ വന്നു. ഫഖാല, അദ്ദേഹം അന്നേരത്ത് പറഞ്ഞു ദഊനി ഹത്താ ഉസല്ലിയ, നിങ്ങൾ എന്നെ വിടി, ഞാനൊന്ന് അള്ളാഹു നിസ്കരിക്കട്ടെ. ഫസല്ല, അദ്ദേഹം നിസ്കരിച്ചു. ഫലമ്മൻ സറഫ, ആ നിസ്കാരം കഴിഞ്ഞ അത്തസ്സബിയ, ഈ കുഞ്ഞിൻ്റെ അടുക്കൽ അദ്ദേഹം ചെന്നു, ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ അടുക്കൽ. ഫതഅന ഫീ ബത്നിഹി, ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ഇങ്ങനെ തൊട്ടി. വഖാല, അദ്ദേഹം പറഞ്ഞു യാ ഗുലാം മൻ അബൂക, കുട്ടിയെ നിന്റെ ഉപ്പ ആരാണെന്ന് നീ പറയണം. ഖാല, ആ ചെറിയ പിഞ്ചോര കുഞ്ഞു പറഞ്ഞു ഫുലാനുനിർ റായി, ഇന്നാലിന്ന ആട്ടിടയനാണ്, ആടിനെ മേക്കുന്ന ഇന്നാലിന്നവനാണ്. ഫഅഖ്ബലു അലാ ജുറൈജിൻ, അന്നേരത്ത് ഇസ്രായേലിയർ മുഴുവനും ജുറൈജ് തങ്ങളെ മേൽ ആഗതരാവുകയും യുഖബ്ബിലൂനഹു യതമസ്സഹൂന ബിഹി, അദ്ദേഹത്തെ ചുംബിക്കുകയും അദ്ദേഹത്തിനോട് ക്ഷമാപണം ചെയ്യുകയും ചെയ്യാണ്. വഖാലു, അവർ പറഞ്ഞു നബിനി ലക സൗമഅതക മിൻ ദഹബിൻ, നിന്റെ കൂടാരം, നിന്റെ ഈ കൂടാരം വേണമെങ്കിൽ സ്വർണത്തിനാൽ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഖാല, അദ്ദേഹം പറഞ്ഞു ലാ, എനിക്ക് ആവശ്യമില്ല. അഈദുഹാ മിൻ തീനിൻ കമാ കാനത്, മുമ്പുള്ളതുപോലെ അത് കളിമണ്ണ് കൊണ്ട് തന്നെ നിങ്ങൾ നിർമ്മിച്ചു തന്നാൽ മതി, സാരമില്ല. ഫഫഅലു, അവർ ചെയ്തു. ഇതാണ് രണ്ടാമത്തെ കുട്ടി. അപ്പോൾ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് സാക്ഷി പറഞ്ഞ, തന്നെ സംബന്ധിച്ച് പുരാതി പറഞ്ഞുണ്ടാക്കിയപ്പോൾ സാക്ഷി പറഞ്ഞ ആ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് രണ്ട് കുട്ടികളായി. മൂന്നാമത് തൊട്ടിയിൽ സംസാരിച്ചൊരു കുട്ടിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വബൈന സബിയ്യുൻ യർളഉ മിൻ ഉമ്മിഹി ഫമറ റജുലുൻ റാകിബുൻ അലാ ദാബത്തിൻ ഫാരിഹത്തിൻ വശാറത്തിൻ ഹസന. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരു കുഞ്ഞിങ്ങനെ ഉമ്മാൻ്റെ മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി. മറ്റൊരു കുട്ടിയെ കുറിച്ച് റസൂലുള്ള പറയാം, ഉമ്മാൻ്റെ മുലങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുലങ്ങനെ ചപ്പി ഈമീൻ കൊണ്ടിരിക്കുന്നു. ഫമറ റജുലുൻ റാക്കിബുൻ, അന്നേരത്ത് ആ ഉമ്മാൻ്റെ പരിസരത്തു കൂടെ ഒരു യാത്രക്കാരൻ, ഒരു സഞ്ചാരി, അലാ ദാബത്തിൻ ഫാരിഹത്തിൻ, മുന്തിയ ഒരു കുതിരപ്പുറത്ത്, വശാറത്തിൻ ഹസനത്തിൻ, നല്ല വേഷവിധാനത്തിൽ, നല്ല ഗാംഭീര്യമുള്ള വേഷവിധാനം ധരിച്ച് ഒരു യാത്രക്കാരൻ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. ഈ കുട്ടിക്ക് ആ ഉമ്മ മുല കൊടുക്കുന്നുണ്ട്. അന്നേരത്ത് ആ കുതിരസവാരിക്കാരനെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ മനസ്സ് ഹഠാത് ആകർഷിച്ചു. ഫഖാലത്ത് ഉമ്മുഹു, ആ കുഞ്ഞിൻ്റെ ഉമ്മ പറഞ്ഞു, പടച്ചോനെ, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ല ഹാദാ, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ല ഹാദാ, പടച്ചോനെ, എൻ്റെ മോനെ ഇതുപോലെ നീ നല്ല ഒരു അശ്വരൂഢൻ, ഒരു കുതിരസവാരിക്കാരൻ, ഒരു നല്ല ഭംഗിയുള്ള, നല്ല സൗന്ദര്യമുള്ള, ഇതുപോലെ നല്ല ഗാംഭീര്യമുള്ള ഒരു കുതിരസവാരിക്കാരനാക്കണമേ എന്ന് അദ്ദേഹം, ആ ഉമ്മ ദുആർന്നു. അന്നേരത്തെ കണ്ടിരിക്കുന്നു ഫതറക്കസ്സദിയ, അത് കേട്ട ആ ചെറിയ കുഞ്ഞ് തറക്കസ്സദിയ, ആ മുല ഒഴിവാക്കിയിട്ട് വഅഖ്ബല ഇലൈഹി ഫനദറ ഇലൈഹി, ആ പോയ കക്ഷിയിലേക്ക് ഇങ്ങനെ ആ കുഞ്ഞ് നോക്കിയിട്ട്, ഫനദറ ഇലൈഹി, ആ കുഞ്ഞ് ആ പോയ കക്ഷിയിലേക്ക് ആ കുട്ടി നോക്കിയിട്ട്, ഫഖാല, ആ കുട്ടി പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, പടച്ചോനെ, ഇവനെപ്പോലെ നീ ആക്കരുത് എന്നെ. ഉമ്മ അങ്ങനെ ആക്കാൻ വേണ്ടി ദുആർന്നു. കുട്ടി പറയുന്നു ലാ തജ്അൽനി മിസ്ലഹു, പടച്ചോനെ, ഇവനെപ്പോലെ എന്നെ നീ ആക്കരുത്. സുമ്മ അഖ്ബല അലാ സദീഹി, പിന്നെ വീണ്ടും കുട്ടി മുല കുടിക്കാൻ തുടങ്ങി. ഫജഅല യർളഉ, ആ കുട്ടി ഇങ്ങനെ മുല കുടിക്കുന്നു, മുലങ്ങനെ ഏന്തിക്കൊണ്ടിരിക്കുക. ഫകഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഹ്കി ഇർതിളാഅഹു ബിഉസ്ബുഇഹി സബ്ബാബത്തി ഫീ ഫീഹി
ഫജഅല യമുസ്സുഹാ സുമ്മ ഖാൽ. ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടി മുലയുമ്പുന്നതിനെ അങ്ങനെ ചിത്രീകരിച്ചു. അവിടുത്തെ ചൂണ്ടുവിരൽ തൊള്ളയിലിട്ട് ഇങ്ങനെ എന്ന് കുട്ടി ഇങ്ങനെ ഈമ്പുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരൽ തൊള്ളയിലിട്ടിട്ട് ഇങ്ങനെ ഈമ്പുന്നത് റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്ന ആ രംഗം ഞാനിങ്ങനെ ഓർക്കുകയാണെന്ന് ഈ ഹദീസ് പറയുന്ന ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ ഉമ്മാൻ്റെ മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഅല യമുസ്സുഹാ, അതിങ്ങനെ ഈമ്പിക്കൊണ്ടിരിക്കുന്നു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറയാം, മർറൂ ബിജാരിയത്തിൻ. അങ്ങനെ ആ കുട്ടിയും ഉമ്മി ഇങ്ങനെ നടന്നുപോയി. മർറൂ ബിജാരിയത്തിൻ, ഒരു സ്ത്രീൻ്റെ സമീപത്തു കൂടെ പിന്നെ അവൾ പോകും. വഹും യദ്രിബൂനഹ, ആൾക്കാരെല്ലാം പാടെ കൂടിയിട്ട് ആ പെണ്ണിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. വയഖൂലൂന, ആളുകളെല്ലാം പരിസരത്തുള്ള ആളുകളൊക്കെ പറയുന്നു, സനൈത്തി സറക്തി, നീ വ്യഭിചരിച്ചു, നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളെ പീഡിപ്പിക്കുകയാണ്, അവളെ മർദ്ദിക്കുകയാണ്. വഹിയ തഖൂലു, അവളിങ്ങനെ പറയുന്നു, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, പടച്ചോനെ അല്ലാഹു മതി, അല്ലാഹ് നീ എന്നെ സഹായിക്കണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫഖാലത്തു ഉമ്മുഹു, ഇത് കണ്ടപ്പോൾ ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന കുട്ടിയോട് ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിസ്ലഹാ, പടച്ചോനെ എൻ്റെ കുഞ്ഞിനെ ഇവളെപ്പോലെ നീ ആക്കരുത് എന്ന് ദുആയിരുന്നു. അത് കേട്ട മാത്രയിൽ ഫതറക്കറല്ലാഹ്, ആ കുട്ടിയെ മുലകുടി ഒഴിവാക്കിയിട്ട് വനളറയിലൈഹ, ആ സ്ത്രീയിലേക്ക് നോക്കി ഇങ്ങനെ. ഫഖാല, എന്നിട്ട് ആ കുട്ടി പറയണം, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, പടച്ചവനെ എന്നെ ഇവളെപ്പോലെ ആക്കണമേ, ഈ സ്ത്രീയെപ്പോലെ എന്നെ ആക്കണമേ. ഉമ്മ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താ ഇപ്പം ഈ കുഞ്ഞിങ്ങനെ പറയുന്നത്? ചെറിയ കുഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മൂന്നാമതൊരു കുഞ്ഞ് സംസാരിച്ചു. ഫതറാജ, അന്നേരത്ത് ഉമ്മ വിട്ടില്ല, കുട്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലോ. ഫഹുനാലിക തറാജ അൽ ഹദീസ, ഉമ്മയും കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. നീ ഇന്ന ഒരു കക്ഷിയെ, ഒരു കുതിരസവാരിക്കാരനെ കണ്ടപ്പോൾ നീ അതുപോലെ ആക്കണം എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞപ്പോൾ നീ അതിനെ ചെറുത്തു, അങ്ങനെ ആക്കണ്ടെന്ന് പറഞ്ഞു. ഈ പെണ്ണ് വേശ്യാവൃത്തി ചെയ്ത പെണ്ണാണ്, കട്ടവളാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അടിക്കുമ്പോൾ ഇവളെപ്പോലെ ആക്കരുത് എന്ന് ഞാൻ ദ്വാരുന്നു. അപ്പോൾ നീ പറഞ്ഞു എന്നെ അവളെപ്പോലെ ആക്കണമെന്ന്. എന്താണത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഫഖാലത്ത്, എന്നിട്ട് ഉമ്മ പറഞ്ഞു, മർറ റജുലുൻ ഹസനുൽ ഹൈഅത്തി ഫഖുൽതു അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു, നേരത്തെ ആ നല്ല ചൊറുക്കുള്ള ആ നല്ല സുന്ദരനായ മനുഷ്യൻ കുതിരപ്പുറത്ത് പോയപ്പോൾ അവനെപ്പോലെ ആക്കാൻ നിന്നോട് ഞാൻ ദ്വാരുന്നപ്പോൾ, അള്ളാഹുവിനോട് ദ്വാരുന്നപ്പോൾ ഫഖുൽത, നീ പറഞ്ഞു അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലഹു, പടച്ചവനെ അവനെപ്പോലെ ആക്കരുത് എന്ന്. ഇപ്പോഴോ മർറൂ ബിഹാദിൽ അമത്തി, ഈ പെണ്ണിൻ്റെ അരിയെ കൂടി ആൾക്കാരൊക്കെ പാടെ നമ്മളെ കൊണ്ടുപോയി. വഹും യദ്രിബൂന, ആളുകൾ അവളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്ത് ഞാൻ പറഞ്ഞു അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിസ്ലഹ, ഇവളെപ്പോലെ ആക്കരുത് എന്ന്. ഫഖുൽത, അപ്പോൾ നീ പറഞ്ഞു അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, ഇവളെപ്പോലെ ആക്കണമെന്ന്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മറുപടി പറയുന്നു, ഉമ്മ ഇന്ന ദാലിക റജുല ജബ്ബാർ, നിങ്ങൾക്കറിയുകയില്ല, ആ കക്ഷി വലിയൊരു പരാക്രമിയാണ്, അക്രമിയാണ്. അതുകൊണ്ട് ഞാൻ വലുതായാൽ അക്രമിയാകണം എന്നാ ഉമ്മ ദ്വാരക്കണത്. വേണ്ട. ഫഖുൽതു, ഞാൻ പറഞ്ഞു ലാ തജഅൽ ഇബ്നി മിസ്ലഹ, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു ലാ തജഅൽനി മിസ്ലഹു, പടച്ചവനെ അവനെപ്പോലെ എന്നെ നീ ആക്കരുത്. വൈന്നഹാദി, പെണ്ണിനെ പറ്റിയിട്ട് ആൾക്കാർ പറയില്ലേ, യഖൂലൂന സനൈതി വലം തസ്നി വസറക്തി വലം തസ്രിഖ്, അവൾ കട്ടു വ്യഭിചരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അവളങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, എന്നെ അവളെപ്പോലെ ആക്കണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 കുട്ടികൾ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിക്കുന്നത്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളുണ്ടെങ്കിൽ, കറാമത്തുണ്ടെങ്കിൽ സംസാരിക്കുക. ഔലിയാക്കന്മാർ, ചെറിയ കുഞ്ഞുങ്ങൾ തന്നെ ഔലിയാക്കന്മാരാവുമെന്ന മുഹൈദ്ദീൻ ഷേഖിനെ പറ്റിയിട്ട് നമ്മൾ പാടുന്നില്ലേ? മുഹൈദ്ദീൻ ഷേഖ് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബാവാ മൂതു എന്ന് കുത്തുബായി വന്നോ പറയുന്നു. ചെറുപ്പത്തിൽ തന്നെ വലിയ മഹാത്ഭുതങ്ങൾ കാണിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാർക്ക് അങ്ങനെ സാധിക്കും. അതായി 3 മക്കളും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ വലിയ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്നി അബ്ദുല്ലാഹി ആതാനിൽ കിതാബ വജഅലനി നബിയ. അതുപോലെ തന്നെ
മഹാനായ ഒരു വലിയനെ കുറിച്ച് ദുരാരോപണം പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, ആ വലിയനെ സംബന്ധിച്ച് പറഞ്ഞ പുരാതിയെ പ്രതിരോധിക്കാൻ ഒരു ചെറിയ കുഞ്ഞാണ് സംസാരിക്കുന്നത്, ഔലിയാക്കന്മാരെ സഹായിക്കാൻ. മൂന്നാമത്തെ ചരിത്രത്തിലും അങ്ങനെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന ചെറിയ കുഞ്ഞായിരുന്നു മൂന്നാമത്തെ കുഞ്ഞ് എന്നാണ്. ഏതായിരുന്നാലും ശരി, ജനങ്ങളുടെ ബാഹ്യമായ രൂപം കണ്ടോ ആദരവ് കണ്ടോ നാം ഒന്നും അള്ളാഹുവിനോട് പറഞ്ഞു പോകരുത്. സ്വാലിഹ്യങ്ങളാണെന്ന് ഉറപ്പുള്ള ആളുകളെ കാണുമ്പോൾ അവരെ പോലെ ആക്കണമെന്ന് ദുആ ചെയ്യുക. ഏതെങ്കിലും ഭൗതികമായ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ ഉന്നതി കാണുമ്പോൾ പടച്ചവനെ എന്നെയും അതുപോലെ ആക്കണമെന്ന് പറഞ്ഞ് പോകരുത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഉമ്മ വിളിച്ചാൽ ഉമ്മാക്ക് ദുആക്ക് ഉത്തരം ചെയ്യണമെന്നും ഏതെങ്കിലും ഭൗതികമായ വർണ്ണപ്പൊലിമയിൽ നാം ആകൃഷ്ടരാകരുത് എന്നും ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് കൊണ്ട് നമുക്ക് ഉപകാരം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സംസാരിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.